ഹലോ, വെൽക്കം ബാക്ക് ടു ജെ ഫോർ ജേണി. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വളരെ സന്തോഷം നിറഞ്ഞൊരു വെക്കേഷൻ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ ഖത്തറിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നമ്മളിതേ അവസാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് പുലർച്ചെ 4:15 ഫ്ലൈറ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കാണ്. അപ്പോൾ അതേ ജോക്കും മാളൂട്ടിയും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. അവർക്ക് നാട്ടിൽ നിന്നിട്ട് അപ്പച്ചൻ്റെ അമ്മയുടെയും കൂടെ എൻജോയ് ചെയ്തിട്ടൊന്നും മതിയായിട്ടില്ല. അപ്പോൾ അവർക്ക് തിരിച്ചു പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കത് പോയല്ലേ പറ്റുള്ളൂ. ജോക്കുനും മാളൂട്ടിക്കും മാത്രമല്ല കേട്ടോ, എനിക്കും സോത്തിനും അപ്പച്ചനും അമ്മയ്ക്കും ജിതിക്കൊക്കെ പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ അത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു 1.5 hour ലേറ്റ് ആണ്. അപ്പൊ അതാട്ടോ ഞങ്ങൾ ഈ നോക്കുന്നത്. അപ്പൊ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ളത്. അങ്ങനെ ഇതേ ഞങ്ങള് അപ്പച്ചനോടും അമ്മോടും ഒക്കെ യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ എൻ്റെ അപ്പച്ചൻ്റെ അമ്മേൻ്റെയും കണ്ണ് നിറയുന്നത് അല്ലെങ്കിൽ കരയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോയത്. അപ്പം ഞങ്ങളിതേ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ അപ്പച്ചനും അമ്മയും ജിതിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം പോവാന്ന് വിചാരിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് തന്നെ നിന്നിട്ട് അവരോട് ഓക്കെ പറഞ്ഞു, പോയിക്കോളാൻ പറഞ്ഞു. ഫ്ലൈറ്റ് ഡിലേ ആണെങ്കിലും അതുവരെ വെയിറ്റ് ചെയ്യണ്ട, പോയിക്കോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അപ്പച്ചനും അമ്മോടും ജിതിയോടൊക്കെ യാത്ര പറയുന്നതാണ് ഈ കാണുന്നത്. ഈ ഒരു യാത്ര പറച്ചില് ശരിക്കും വേദനയുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വെക്കേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മൾ ഇവിടെ തുടങ്ങാണ്. അപ്പൊ അത് പെട്ടെന്നാവും എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മളിപ്പോൾ തൽക്കാലം യാത്ര പറയുന്നത് കേട്ടോ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. ഫ്ലൈറ്റ് നമ്മുടെ ഡിലേ ആണല്ലോ. അപ്പൊ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു അന്നൊരു കോഫി കുടിക്കാന്ന് വിചാരിച്ചിട്ട് കോഫിക്ക് ഓർഡർ ചെയ്ത് ഞങ്ങളിത് അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മാൾട്ടിയുടെ കയ്യിൽ എപ്പോഴായാലും ഒരു ഡോൾ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് സ്വത്തും മാൾട്ടിയും കൂടി കുറച്ചു നേരം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കുസൃതികളും കാര്യങ്ങളൊക്കെ കാണിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അന്നാ എയർപോർട്ടിലൊക്കെ ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ നടക്കാണ് കേട്ടോ. എയർപോർട്ടിന്റെ അകത്ത് ഒരു ഭാഗത്ത് പൂരത്തിന്റെ മാതൃകയിൽ ആനകളും അതിന്റെ മുകളിൽ ആളുകളൊക്കെ നിന്ന് കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു മാതൃക അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിന്റെ മാതൃകയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ജോക്കുനും മാൾട്ടിക്കും അവിടെ പോകണമെന്നായി. അപ്പൊ ഞങ്ങളിതേ അവിടെ പോയി കുറച്ചു നേരം അതൊക്കെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. ആ ആനകളുടെ മുകളിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാല് ശരിക്കും നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല രീതിയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു നിമിഷം അത് കാണുമ്പോൾ ശരിക്കുള്ള ആളുകൾ തന്നെയാണോ എന്നൊന്ന് സംശയിച്ചു കൂട്ടും. അത്രയും രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കുറച്ച് നേരം നടന്നു കേട്ടോ. അപ്പൊ അവിടെയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടല്ലോ. ഒരുപാട് സാധനങ്ങൾ അവിടെ അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചുമ്മാ നടന്ന് കാണുക, അതിന്റെ റേറ്റ് നോക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെയും സമയം ചെലവഴിച്ചു. അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റിന്റെ ടൈം ആയോ എന്ന് അറിയാനായിട്ട് ആ ഏരിയയിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ നിറയെ ആളുകളുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും വെയിറ്റിംഗ് ആണ്, ടൈം ആയിട്ടില്ല, ഇനിയും കുറച്ചും കൂടി ടൈം ഉണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ. അപ്പൊ വീണ്ടും ജോക്കും മാളൂട്ടിയും ഇതൊക്കെ കൂടിയിട്ട് ആ ഏരിയയിലേക്ക് പോയി. നേരത്തെ ഡ്യൂട്ടി ഫ്രീയിൽ കയറിയപ്പോൾ പോവാത്ത ഏരിയയിലൊക്കെ ജോക്കും മാളൂട്ടിയും പോയി. കുറച്ചും കൂടി അവർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആവുന്ന കാര്യങ്ങളിലുള്ള ഏരിയയിലൊക്കെ പോയി. അപ്പൊ അങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പൊ അത് കാരണം നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആയാലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ജസ്റ്റ് ടൈം ഉള്ളത് കൊണ്ട് എല്ലാം നടന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈമായി. നമ്മൾ നേരെ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ്. ഖത്തർ എയർവേസിലാട്ടോ നമ്മൾ പോകുന്നത്. നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഖത്തർ എയർവേസിലാണ് വന്നത്. അപ്പൊ അത് കാരണം അതിന്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഖത്തർ എയർവേസിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. മറ്റ് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്ക് ഇതിൽ ട്രാവൽ ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. അപ്പൊ അത് കാരണം അതിന്റെ ഒരു സന്തോഷം സമാധാനമുണ്ട്. പിന്നെ ജോക്കുവിനെ സംബന്ധിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാന്ന് പറയുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നും അവനില്ല. പ്രത്യേകിച്ച് പിന്നെ ഖത്തർ എയർവേസ് ആയതുകൊണ്ട് പറയും വേണ്ട കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ജോക്കു.
അങ്ങനെ ദേ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി നമ്മുടെ സീറ്റ് നമ്പറൊക്കെ നോക്കി നമ്മൾ ദേ സീറ്റിലെത്തി കേട്ടോ. ജോക്കും ആൾട്ടിന്റെ സീറ്റിലെത്തിയ വശം ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സ്ക്രീനൊക്കെ ഓൺ ചെയ്തിട്ട് മൂവി കാണുന്ന തിരക്കിലായി. കഴിഞ്ഞ തവണ നാട്ടിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു, രണ്ടുപേരും ഉറങ്ങാതെ ഫുൾ ടൈം ഇരുന്ന് മൂവി കാണായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ദേ അവര് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. നാട്ടിൽ പോകുന്ന സമയത്തും ഇതുപോലെ ഒരു ബാഗിനകത്ത് നിറച്ച് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ വേറെ ടൈപ്പ് ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അത് കിട്ടിയോടുകൂടി ജോക്കും ആൾട്ടിയും ഭയങ്കര ഹാപ്പി ആയിട്ട്. ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസ് കിട്ടിയപ്പോ ജോക്കും ആൾട്ടി അത് തുറന്നു നോക്കി. കുട്ടികളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവർക്ക് ഇത്ര ഐറ്റംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ മാൾട്ടി അതിനകത്തുള്ള ഓരോ ഐറ്റംസ് ഒക്കെ എടുത്തു നോക്കി അതൊക്കെ വായിച്ചു നോക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ എല്ലാ ഐറ്റംസ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് മാൾട്ടിക്ക് കുറച്ച് സന്തോഷം സമാധാനമായത്. അപ്പൊ ഒന്നും ട്രൈ ചെയ്തില്ല, ജസ്റ്റ് നോക്കുക മാത്രമേ ചെയ്തോളൂ. രണ്ടുപേരും മൂവി കാണാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് കാരണം എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെച്ചിട്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സ്ക്രീനൊക്കെ ഓൺ ചെയ്ത് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ഇരുന്ന് കാണായിരുന്നു രണ്ടുപേരുടെയും പരിപാടി. നാട്ടിൽ വരുന്ന സമയത്ത് അവർ ഇതുപോലെ തന്നെ ചെയ്തിട്ട് രണ്ടുപേരും ഒട്ടും ഉറങ്ങാതെ ഇരുന്ന് മൂവി കാണായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയിട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഫുഡ് വന്നതുപോലെ അറിഞ്ഞില്ല. ഫുഡൊക്കെ വന്ന് അവർ വേണമെന്ന് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വീണ്ടും ഞാൻ കിടന്ന് ഉറങ്ങാണ് ചെയ്തത്. അപ്പൊ ജോക്കും ആൾട്ടി ഫുഡൊക്കെ മേടിച്ചു, പക്ഷെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. കാരണം എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു നൈറ്റ് ഫുൾ ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കില്ല. അപ്പൊ കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല. എന്നാലും പിന്നെ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങി അതിൽ നിന്ന് 1-2 ഐറ്റംസ് ഒക്കെ കുറേശ്ശെയായിട്ട് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഫുഡിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജോക്കും ആൾട്ടി വീണ്ടും അവരുടെ മൂവി കാണൽ കണ്ടിന്യൂ ചെയ്തു. ഞാൻ അവിടെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഖത്തറില്. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ഞങ്ങളായിരിക്കും. ഞങ്ങൾ വളരെ സ്ലോവിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഉറക്കത്തിന്റെ ക്ഷീണത്തിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനിയിപ്പോ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് മുഴുവൻ ഞങ്ങൾ വളരെ സ്ലോ ആയിട്ട് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ആണ് പോകുന്നത്. പ്രത്യേകിച്ച് ജോക്കുവിന് പോകുന്ന വഴിയിൽ മുഴുവൻ 2 സൈഡിലും ഫ്ലൈറ്റുകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ജോക്കുവിന് അവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഓരോ ഏരിയയിലും നിന്ന് സാവകാശം സമയമെടുത്ത് ഫ്ലൈറ്റിനൊക്കെ നോക്കി നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതും ലഗേജ് കളക്ട് ചെയ്തും ഒക്കെ ലാസ്റ്റ് ഞങ്ങളാണ് കേട്ടോ. ബാക്കി എല്ലാവരും പോയി. ജോക്കുവിന് പിന്നെ ഈ ഫ്ലൈറ്റുകളോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് കാണാൻ പറ്റുന്ന ഓരോ ഏരിയ കാണുമ്പോഴും അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് മാക്സിമം കാഴ്ചകളൊക്കെ കണ്ട് ജോക്കു എൻജോയ് ചെയ്യാവുന്ന രീതിയിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടാട്ടോ ഞങ്ങള് ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലോസ് ആയിട്ട് ഫ്ലൈറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് കാരണം ഇവിടെയാണ് ഞങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തത്. പിന്നെ നമുക്ക് ഇന്നോ നാളെ ചെന്നിട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നുമില്ല, നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ പിന്നെ അന്ന് ആയിക്കോട്ടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വലിയ തിരക്കൊന്നും പിടിക്കാതെ സാവകാശം സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ബാഗേജ് കളക്ട് ചെയ്യുന്ന ഏരിയയിൽ എത്തിയത്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ മുഴുവൻ ജോക്കോ ഫ്ലൈറ്റിനെ കുറിച്ചും അതിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും, അതിന്റെ സന്തോഷം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. 2014 ഈ ഒരു എയർപോർട്ട് ഓപ്പൺ ആയത്. എല്ലാവിധ പുതിയ ടെക്നോളജിയോട് കൂടിയ നല്ല സ്പേഷ്യസ് ആയ ഒരു എയർപോർട്ടാണിത്. അപ്പൊ നമ്മൾ അങ്ങനെ ബാഗേജ് കളക്ട് ചെയ്യുന്ന ഏരിയയിലെത്തി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവരുടെ ബാഗേജ് കളക്ട് ചെയ്ത അവസാനം നമ്മുടെ ലഗേജ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു അവിടെ. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റി. കാരണം ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടില്ല, കാരണം വേറെ ബാഗേജുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഫാസ്റ്റ് ആയിട്ടും കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്ത് നേരെ ടാക്സി വിളിച്ച് റൂമിലേക്ക് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ആ പോകുന്ന വഴിയിൽ ദൈവ ഏരിയയിൽ എത്തിയപ്പോൾ ജോക്കുനും ആൾട്ടിക്ക് ഇവിടെ കുറച്ചു നേരം കളിക്കണം എന്നായി. അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ ഒരു 5-10 മിനിറ്റ് അവിടെയും കുറച്ചു നേരം കളിച്ച് അവരുടേതായ രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം അവിടെയും നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നിർബന്ധിച്ചിട്ടാണ് വന്നത്. രണ്ടുപേർക്കും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, കളിച്ച് നിൽക്കാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ കുറെ നേരമായില്ലേ നമ്മൾ വന്നിട്ട്, ഇനിയിപ്പോ നേരെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്താലേ ഒരു സുഖമാവുള്ളൂ. അപ്പൊ അത് കാരണം പിന്നെ കുറെ നിർബന്ധിച്ചിട്ട് രണ്ടുപേരെയും വണ്ടിയിലൊക്കെ കയറ്റി നമ്മളെല്ലാരും കൂടി ഇനിയിപ്പോ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ള ദിവസങ്ങൾ അടുത്ത വെക്കേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ഒരു യാത്ര വീണ്ടും ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഇത്തവണത്തെ വെക്കേഷനും യാത്രയും ഒക്കെ വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടന്നു. എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. എല്ലാം നല്ല കാര്യങ്ങളും എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ദൈവത്തിന് ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമ്മളിതേ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങി എണീറ്റാലേ ഒന്ന് സുഖമാവുള്ളൂ. അപ്പോൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.